മലപ്പുറം എടവണ്ണ ജാമിയ നദ്വിയയിൽ തമയൂസ് 2025 എക്സലൻസ് അവാർഡ് ദാന സമ്മേളനം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസം തൊഴിൽ നേടാനായുള്ള മാർഗം മാത്രമല്ലെന്നും മികച്ച പൗരന്മാരെ സൃഷ്ടിക്കാനുള്ള മൂലധനം കൂടിയാണെന്ന് സമ്മേളനം അഭിപ്രായപ്പെട്ടു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. മികവിനെ ആദരിക്കുക, ഭാവി വാഗ്ദാനങ്ങളെ പ്രചോദിപ്പിക്കുക എന്ന പേരിലാണ് ജാമിയ നദ്വിയ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറിയ രൂപത്തിൽ ആരംഭിച്ച് ഇന്ന് മഹത്തായ ഒരു സ്ഥാപനമായി വളർന്നതിൽ ഒരുപാട് ജനങ്ങളുടെ മുൻഗാമികളുടെയും ദേശസ്നേഹികളുടെയും സമുദായ സ്നേഹികളുടെയും സംഭാവനകളുണ്ട്. അവരുടെ എല്ലാം ആത്മാർത്ഥമായ പ്രവർത്തനവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് ഈ സ്ഥാപനം എത്തിയിട്ടുള്ളത്. അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന സ്ഥാപനത്തിന്റെ ഉയരത്തിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നതിനിടയിൽ ഒരു പരിധിവരെയൊക്കെ അത് എത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ഉയരം കൂടുതലുണ്ട്. അതിന്റെ പ്രയാണത്തിലാണ് ഇന്ന് ഈ മഹത്തായ പ്രസ്ഥാനം. PhD, നെറ്റ്, JRF ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച ജാമിയ നദ്വിയയിലെ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ട്രസ്റ്റ് ബോർഡ് അംഗവും KNM സംസ്ഥാന വൈസ് ചെയർമാനുമായ മുഹമ്മദ് അഷ്റഫ് ഷാഹി ഒമാൻ അവാർഡുകൾ വിതരണം ചെയ്തു. ഇവിടെ നിന്നിറങ്ങുന്ന പണ്ഡിതന്മാരും അതേപോലെ തന്നെ വിദ്യാർത്ഥിനികളും ഒക്കെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ആഹ്വാനാർത്ഥം പല മേഖലകളിലൂടെയും ഈ പ്രസ്ഥാനത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തൗഹീദി പ്രഭാഷണവും ഖുതുബയും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് തണലായിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നവസാങ്കേതിക വിദ്യകളും നൽകുന്ന വിശാല സാധ്യതകൾ പരിഗണിച്ചുള്ള പുതിയ കോഴ്സുകളും പഠന പദ്ധതികളും അടുത്ത അധ്യയന വർഷം മുതൽ ജാമിയ നദ്വിയ നടപ്പാക്കും. ജാമിയ നദ്വിയ ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്നതിന്റെ ഭാഗമായി വ്യത്യസ്ത പ്രോഗ്രാമുകൾ കൊണ്ടുവരികയും അതിൽ കുട്ടികളെ എക്സലൻസ് ആക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV ആരിഫ് കോയമ്പത്തൂർ, സംസ്ഥാന സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1 മലപ്പുറം.